തിരുവനന്തപുരം മംഗലാപുരത്ത് തട്ടുകട ഉടമയെ ആക്രമിച്ചെന്ന കേസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ നിരപരാധിയെന്ന പരാതിക്കാരൻ കേരള പോലീസ് അസോസിയേഷൻ നേതാവായ അപ്പുവിനെ കേസിൽ പ്രതി ചേർത്ത് സസ്പെൻഡ് ചെയ്തത് പ്രതികാര നടപടിയെന്നാണ് ആക്ഷേപം. അപ്പുവിന്റെ പേര് തന്റെ പരാതിയിൽ ഉണ്ടായിരുന്നില്ലെന്നും അപ്പു തന്നെ ആക്രമിച്ചിട്ടില്ലെന്നും കാട്ടി എസ്പിക്കും ഡിവൈഎസ്പിക്കും മൊഴി നൽകിയതായും തട്ടുകട ഉടമ ഷിബു കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ 18-ാം തീയതി രാത്രി 2 മണിയോടെയാണ് പള്ളിപ്പുറത്ത് തട്ടുകട നടത്തുകയായിരുന്ന ഷിബുവിനെ ഒരു സംഘം ആക്രമിച്ചത്. 20 വർഷം മുൻപുണ്ടായ തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മർദ്ദനം. തന്റെ സുഹൃത്തായ നിസാമും കേരള പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ സെക്രട്ടറിയായ അപ്പുവും പിന്നീടാണ് മറ്റൊരു കാറിൽ അവിടെ എത്തിയത്. നിസാമാണ് സംഘർഷത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയതെന്നും പരാതിക്കാരനായ തട്ടുകട ഉടമ ഷിബു. രണ്ടുപേരും ഇറങ്ങി. ആദ്യം ഒരാൾ ഇറങ്ങിയിട്ട് സിഗരറ്റ് ചോദിച്ചു, സിഗരറ്റ് കൊടുത്തു, വലിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാപിറ്റൽ മന്ത്രിയുടെ ഓണർ വന്നിട്ട് ഷിയാസ് എന്ന് പറഞ്ഞാൽ എന്നെ വന്ന് അടിക്കുകയാണ് ചെയ്തത്. വൈരാഗ്യത്തിൻ്റെ പേരിൽ റോഡ് ഉപദ്രവിച്ചു. ഈ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതുവഴി പോയൊരു വണ്ടി ഇത് കണ്ടുകൊണ്ട് എൻ്റെ അറിയാമെന്നുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു, കൊയ്ത്തർ കൊണ്ടൽ നിസാം എന്ന് പറഞ്ഞു. പുള്ളി പെട്ടെന്ന് വണ്ടി നിർത്തി ചാടി ഇറങ്ങി പിടിച്ചു മാറ്റി. അങ്ങോട്ട് അവനൊന്നും രക്ഷിക്കുകയാണ് സത്യത്തിൽ. എന്നാൽ പിന്നീട് കേൾക്കുന്നത് അപ്പുവിനെ 5-ാം പ്രതിയാക്കി കേസെടുത്ത് സസ്പെൻഡ് ചെയ്തു എന്നതാണ്. അപ്പുവിന്റെ പേര് പരാതിയിൽ ഉണ്ടായിരുന്നില്ലെന്നും അപ്പു തന്നെ ആക്രമിച്ചിട്ടില്ലെന്നും ഷിബു വ്യക്തമാക്കി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എസ്പിക്കും ഡിവൈഎസ്പിക്കും മൊഴി നൽകിയെന്നും ഷിബു. നിസാമും ഈ അപ്പു സാറിന് സിനിമയ്ക്കോട് വന്നത് പിന്നെയാണ് ഞാൻ അറിയണത്. അല്ല, ഞാൻ അപ്പു സാറിനെതിരെ എങ്ങും പരാതി കൊടുത്തിട്ടില്ല. എന്നെ ഉപദ്രവിച്ചിട്ടോ അല്ല എൻ്റെ കടയിൽ ഒന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ഒന്നുമില്ല. ഇത് ഞാൻ ബഹുമാനപ്പെട്ട എസ് പി അദ്ദേഹത്തിൻ്റെ മുന്നിലും ആറ്റിങ്ങൽ DSP അദ്ദേഹത്തിന് മുന്നിലും ഞാനിത് മൊഴി കൊടുത്തിട്ടുണ്ട്. അതേസമയം പോലീസ് അസോസിയേഷൻ നേതാവായ അപ്പുവിനെതിരായ നടപടി രാഷ്ട്രീയ വൈരാഗ്യമെന്നാണ് ആക്ഷേപം. അന്യായമായി സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ അപ്പു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും സ്റ്റേ വാങ്ങിയിരുന്നു. ഇതിലുള്ള പ്രതികാര നടപടിയാണ് കേസും സസ്പെൻഷനും എന്നാണ് വിമർശനം. ജൂൺ 2-ന് SP ലീവിൽ പ്രവേശിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു അപ്പുവിനെതിരായ സസ്പെൻഷൻ നടപടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.